വില്ലൻ എങ്ങനെയുണ്ട്? തകർത്തോ? വില്ലൻ അടിപൊളിയാ. ലാലേട്ടനൊക്കെ ഉണ്ടായിരുന്നു. ലാലേട്ടൻ മേലുണ്ട്. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? കോംബോ എങ്ങനെയുണ്ട്? ശോഭനയായിട്ടുള്ള അടിപൊളിയായിരുന്നു. എന്താ പറയാനുള്ളത്? നല്ല സിനിമയായിരുന്നു. കൊള്ളാം. നീ തുടരോ? തുടരും. എന്താ പറയാനുള്ളത്? സൂപ്പർ സൂപ്പർ. കോംബോ എങ്ങനെയുണ്ട്? ശോഭനയായിട്ടുള്ള ഒരു കോംബോ. അടിപൊളി അടിപൊളിയാ. വർഷങ്ങൾക്ക് ശേഷമല്ലേ ഇവര് വന്നത് വീണ്ടും? എന്തോ വർഷങ്ങൾക്ക് ശേഷമല്ലേ വീണ്ടും? കോംബോ ഒക്കെ അടിപൊളിയാ. മേക്കിങ്ങും സിനിമ സൂപ്പറാണ്. എങ്ങനെയുണ്ടായിരുന്നു സിനിമ? എങ്ങനെയുണ്ട്? ഇഷ്ടമായോ? മോഹൻലാലിന്റെ ഫൈറ്റ് ഒക്കെ എങ്ങനെയുണ്ട്? പോലീസ് സ്റ്റേഷനിലുള്ള എങ്ങനെയുണ്ട്? സൂപ്പർ. നല്ല മൂവി. അടിപൊളി അടിപൊളി നല്ല പടം. എങ്ങനെയുണ്ടായിരുന്നു? തുടരും. അടിപൊളി. മോഹൻലാൽ ഇനിയും തുടരോ? തുടരും. എങ്ങനെയുണ്ട്? മോഹൻലാൽ ഇനിയും തുടരോ? സൂപ്പർ പടം. സൂപ്പർ. എങ്ങനെയുണ്ട് സിനിമ? എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. എന്താ ഭയങ്കരമായിട്ട് ഇഷ്ടമായത് പടത്തില്? കുഴപ്പമില്ല. എങ്ങനെയുണ്ട് മൂവി? എങ്ങനെയുണ്ട്? തുടരും. സൂപ്പർ മൂവിയാണ്. മോഹൻലാൽ തുടരും. ശോഭനയും ലാലേട്ടനും വീണ്ടും കുറെ വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ച് വരുവാണല്ലോ. അതെ അതെ നല്ലതായിരുന്നു. ഒരു പഴയ വൈബൊക്കെ കിട്ടുന്നുണ്ട്. വില്ലൻ എങ്ങനെയുണ്ട്? തകർത്തോ? ആരാ? വില്ലൻ. നല്ലതാണ്. പുതിയ ആളാണെന്ന്. പക്ഷേ ഫസ്റ്റ് ടൈം സ്ക്രീനിൽ വരുന്ന ഒരു ഇതൊന്നും തോന്നുന്നില്ല. വളരെ പിന്നെ അടിപൊളി സിനിമ. പെർഫോമൻസ് എല്ലാം ലാലേട്ടൻ നല്ല നൈസായിട്ടുണ്ട്. നല്ല സിനിമ. നല്ല സിനിമ. ശോഭനയും ലാലേട്ടനും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമല്ലേ വീണ്ടും വരുന്നത്? എങ്ങനെയുണ്ടായിരുന്നു അതൊക്കെ? നന്നായിരുന്നു. നല്ല കോമ്പിനേഷൻ ആയിരുന്നു. ബെസ്റ്റ്. വില്ലൻ എങ്ങനെ ഉണ്ടായിരുന്നു? വില്ലൻ സൂപ്പർ. മോഹൻലാലായിട്ട് കട്ടയ്ക്ക് ഉണ്ടായിരുന്നു. നന്നായിരുന്നു. എങ്ങനെയുണ്ട്? തുടരും. എന്താ പറയാനുള്ളത്? കൊള്ളാം. വില്ലൻ എങ്ങനെയുണ്ട്? തകർത്തായിരുന്നു. അടിപൊളി. തുടരും. നല്ല ഫിലിമായിരുന്നു. വില്ലൻ എങ്ങനെയുണ്ട്? ഉണ്ടായിരുന്നു. വില്ലനും മോഹൻലാലും കട്ടയ്ക്ക് ഓപ്പോസിറ്റിൽ നിന്ന് കിടിലം പടമായിരുന്നു. എന്തായാലും വാച്ചബിളാണ്. കോംബോ എങ്ങനെ ഉണ്ടായിരുന്നു? കുറെ വർഷങ്ങൾക്ക് ശേഷമല്ലേ വീണ്ടും? അതെ, നമ്മൾ ആ ഒരു പഴയ രീതി പ്രതീക്ഷ വരണ്ട. പക്ഷേ ഇത് വേറൊരു ജോണർ പടം. ട്രെയിലർ കണ്ടിപ്പോൾ അങ്ങനെ ഒന്നുമല്ല ഈ പടം. എല്ലാവരും കാണേണ്ട പടം. സിനിമയായിട്ട് ഒരു മോഹൻലാൽ ഫാൻസിന് മാത്രമുള്ള പടമല്ല, മൊത്തത്തിൽ ഒരു മലയാള സിനിമയ്ക്കുള്ള ഒരു അസറ്റാണ് ഈ പടം. സൂപ്പർ. എന്താ പറയാനുള്ളത്? നല്ല പടം. എങ്ങനെയുണ്ട്? നല്ല സിനിമ. നല്ല പടമായിരുന്നു. സൂപ്പർ. കൊള്ളാം. ശോഭനയും ഓക്കെ. നല്ല ജോഡിയാണ്. അതെ. വില്ലൻ എങ്ങനെയുണ്ട്? സൂപ്പർ. അടിപൊളി പടം. ജനങ്ങൾ ആഗ്രഹിച്ചതുപോലെ മോഹൻലാൽ തിരിച്ചു വരുവാണ്. മോഹൻലാൽ എങ്ങും പോയിട്ടില്ല, ഇവിടെ തന്നെ ഉണ്ട്. വില്ലൻ എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പർ. പറയാതിരിക്കാൻ വയ്യ. മോഹൻലാലിൻ്റെ മുകളിൽ പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു വ്യക്തി എന്നുള്ളൊരു ഡയലോഗ് പ്രസൻഷനൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. സൂപ്പർ. നൈസ്. ഇതുപോലൊരു ലാലേട്ടൻ്റെ സിനിമയൊക്കെ ആയിട്ടായിരുന്നു വെയിറ്റിംഗ്. പിന്നെ ഇത് ലാലേട്ടനെ ഇങ്ങനെ എംപുരനെക്കാട്ടി അടിപൊളിയായിട്ട് കാണുന്നത് ഈ ഒരു മൂവിയിലാണ്. അടിപൊളി. വില്ലൻ എങ്ങനെ ഉണ്ടായിരുന്നു? തകർത്തോ? വില്ലനായിരുന്നു മാസ്. ഹെവി വില്ലൻ. നല്ല മൂവിയാണ്. മോഹൻലാലിന്റെ നല്ല ആക്ടിങ്. ഒരുപാട് വർഷം ശേഷം അവർ കാണാൻ നല്ലൊരു കോംബോ ആയിരുന്നു. വില്ലൻ പുതിയൊരു ക്യാരക്ടർ നല്ലതായിരുന്നു. അതെ നല്ലതായിരുന്നു. നല്ല പടം. വില്ലൻ എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു പുതുമുഖ നടനായിരുന്നു. അല്ലല്ല, ലാലേട്ടനായിട്ട് കട്ടയ്ക്ക് ഉണ്ടായിരുന്നു. നല്ല വില്ലനായിരുന്നു. ഒരു പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു പടമായിട്ട് തോന്നിയത്. എന്താ പറയാനുള്ളത്? നല്ല മൂവിയായിരുന്നു. ഒരു കോംബോ എങ്ങനെ ഉണ്ടായിരുന്നു? ശോഭനയും പഴയ അവരുടെ ഒരു ഇത് തന്നെ. വില്ലൻ എങ്ങനെയുണ്ട്? സൂപ്പർ.